പോലീസിന് കൊടുത്ത വാക്ക് അയാൾ തിരിച്ചു. ഇനി എന്നെ കള്ളൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ സിദ്ദിഖ് 34 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം വീണ്ടും മോഷണക്കേസിൽ ജയിലിലേക്ക്. ആരാണ് തലശ്ശേരി തിരുവങ്ങാട് ജൂബിലി റോഡിൽ അരയാങ്കൊല്ലം വീട്ടിൽ AK സിദ്ദിഖ്? ഒരു കാലത്തെ കണ്ണൂർ നഗരത്തെ വിറപ്പിച്ചൊരു കള്ളൻ. കള്ളൻ എന്ന് പറഞ്ഞാൽ ചെറിയ കള്ളനൊന്നുമല്ല. സിദ്ദിഖ് പൊട്ടിക്കാത്ത പൂട്ടുകളൊന്നും കണ്ണൂർ നഗരത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. നാട്ടുകാരെ മാത്രമല്ല, സ്വന്തം വീട്ടുകാരെ പോലും വെറുതെ വിടാത്ത തസ്കരനായിരുന്നു സിദ്ദിഖ്. 14-ാം വയസ്സിൽ സഹോദരിയുടെ കുഞ്ഞിന്റെ സ്വർണ്ണമോതിരം മോഷ്ടിച്ചാണ് തുടക്കം. പിന്നീട് അമ്മാവന്റെ റേഷൻ കടയിൽ നിന്നുള്ള പണം. തൊട്ടടുത്ത ദിവസം അമ്മയുടെ 3.5 പവൻ സ്വർണ്ണമാലയും അടിച്ചുമാറ്റി നാട് വിട്ടു. പിന്നീട് നീണ്ട 10 വർഷത്തെ ഒളിവ് ജീവിതം. 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് 1989-ലാണ് ആദ്യമായി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തുന്നത്. ആകെ മൊത്തം 500-ലേറെ കവർച്ചകൾ, 200-ലധികം കേസുകളിൽ ശിക്ഷ, വിവിധ ജയിലുകളിലായി 34 വർഷം തടവറയ്ക്കുള്ളിൽ. എന്നാൽ മോഷണത്തിൽ സിദ്ദിഖ് അത്ര പ്രൊഫഷണൽ ആയിരുന്നില്ല എന്നതാണ് സത്യം. കവർച്ചയ്ക്ക് ശേഷം തെളിവുകൾ നശിപ്പിക്കാനോ പിടിക്കപ്പെട്ടാൽ കള്ളം പറയാനോ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അയാളെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു ജോലി. ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലത്താണ് മോഷണം നിർത്തണമെന്ന ആഗ്രഹം സിദ്ദിഖിനുണ്ടാവുന്നത്. അങ്ങനെ അയാൾ ഒരു ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു. ഒരു കള്ളന്റെ ആത്മകഥ എന്ന് പേരിട്ട പുസ്തകം ജയിലിൽ ഇരിക്കുമ്പോൾ തന്നെ അയാൾ പുറത്തിറങ്ങി. ഒരു കള്ളൻ പറയുന്നത് കൊണ്ട് അവിശ്വസിക്കേണ്ട എന്ന മുൻകൂർ ജാമ്യത്തിലായിരുന്നു സിദ്ദിഖിന്റെ എഴുത്ത്. ജയിലിൽ ഭക്ഷണമുണ്ടാക്കി കഴിവ് തെളിയിച്ച സിദ്ദിഖിന് പുറത്തിറങ്ങിയാൽ ഒരു തട്ടുകടയിടാനായിരുന്നു പ്ലാൻ. ഇനി എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്, ഞാൻ ഇനി കുടുംബജീവിതം ആഗ്രഹിക്കുന്നു, ജോലി ചെയ്ത് ജീവിക്കും, ഒപ്പം പുസ്തകം എഴുത്തും തുടരുമെന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകി അയാൾ പുറത്തിറങ്ങി. പക്ഷെ പാചകത്തിനും പുസ്തകത്തിനും അയാളെ പിടിച്ചു നിർത്താനായില്ല. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം AK സിദ്ദിഖ് വീണ്ടും കള്ളന്റെ കുപ്പായമണിഞ്ഞു. കണ്ണൂർ ടൗണിലെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് മൈക്ക് സെറ്റും DVR-ഉം, കണ്ണൂർ സെൻട്രൽ ജയിലിനടുത്ത വീട്ടിൽ നിന്ന് 17,000 രൂപ വിലയുള്ള സൈക്കിളും മോഷ്ടിച്ച് വീണ്ടും സിദ്ദിഖ് അഴിക്കുള്ളിലായി. ഇനി ജയിലിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സിദ്ദിഖ് വീണ്ടും കള്ളനായി അതേ ജയിലിലേക്ക്. ഒരു ട്രാൻസ്ഫോർമേഷനും അയാൾക്ക് ഉണ്ടായില്ല. വീണ്ടും പഴയ പോലെ കളവ് തൻ്റെ സ്ഥിരം ജോലിയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ നമുക്ക് ഒരു വലിയൊരു പ്രൊഫഷണലായ അതിവിദഗ്ധനായ ഒരു കള്ളനല്ല. പോലീസ് പിടികൂടിയാൽ എല്ലാം തുറന്നു പറയും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പോലീസിനെ അയാളെ പിടികൂടാനും സാധിക്കുന്നുണ്ട്. 95 പൈസ കൂലിയുള്ള കാലം മുതൽ ഞാൻ ജയിലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂലി 260 രൂപയായി. പുറത്ത് പണിയെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ സുഖം ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ഇത് സിദ്ദിഖിന്റെ വാക്കുകളാണ്. പുറത്ത് പണിയെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ സുഖം ജയിലിൽ കഴിയുന്നതാണെന്നാണ് അയാൾ പറയുന്നത്. അത് ജയിൽ ഇഷ്ടമായിട്ടാണോ അതോ മോഷണത്തിന്റെ ലഹരിക്ക് അടിമപ്പെട്ടതാണോ എന്നറിയില്ല. എന്താണെങ്കിലും അയാൾ വീണ്ടും ജയിലിലാണ്.